വന്യജീവി ആക്രമണങ്ങളിൽ ദിനംപ്രതി മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. 24 മണിക്കൂറിനുള്ളിലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിരപ്പള്ളി ഭാഗത്ത് 3 പേര് കൊല ചെയ്യപ്പെട്ടത്. കാട്ടാനയുടെ കാലിൻ ചുവട്ടിലും അതുപോലെ കൊമ്പിൻ്റെ തുമ്പത്തും കൊല ചെയ്യപ്പെടേണ്ടവരാണോ മനുഷ്യർ എന്നുള്ള ചോദ്യം നമുക്ക് ഉന്നയിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള കൊലപാതകങ്ങൾ ഒരുപക്ഷെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമായിട്ട് തന്നെയും നമ്മൾ കാണേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളിലും സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരാണ് വനം വകുപ്പിനെ ഭരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ വനം വകുപ്പാണോ ഈ സർക്കാരിനെ ഭരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്രയോ നാളുകളായി വനാതിർത്തി പ്രദേശങ്ങളിലുള്ളവരും അതുപോലെ തന്നെ മലയോര മേഖലകളിൽ കഴിയുന്നവരും അവരുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന കാട്ടുമൃഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ സംരക്ഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട്. പക്ഷേ അതിന് ഇതുവരെയും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. വനം മന്ത്രി ഇപ്രകാരം ഒരു കൊല സംഭവിക്കുക കഴിയുമ്പോൾ അവിടെ വന്ന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പോയതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല. കാട്ടുമൃഗങ്ങൾക്കുള്ള പരിരക്ഷ പോലും സാധാരണക്കാരായ കൃഷിക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ആശങ്കയാണ്, വലിയൊരു വേദനയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ സർക്കാർ സത്വരമായ നടപടികൾ സ്വീകരിക്കണം. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം. വനാതിർത്തി പ്രദേശങ്ങളിലുള്ളവർക്ക് ഈ കാര്യങ്ങളിൽ അവിടെ കൃഷി നടത്താനുള്ള രീതിയിൽ അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണം. ഒരുപക്ഷെ കാർബൺ ഫണ്ട് എന്ന് പറയുന്ന ദുർഭൂതം നമ്മുടെയൊക്കെ മുൻപിൽ വലിയൊരു ഡെമോക്ലിസിൻ്റെ വാള് പോലെ നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വനാതിർത്തിയെ വിസ്തൃതമാക്കാൻ വേണ്ടിയിട്ട് വനാതിർത്തി പ്രദേശങ്ങളൊക്കെ കുടിയൊഴിഞ്ഞു പോകണമെന്നും അവിടെയുള്ള കൃഷികൾ അവസാനിപ്പിക്കണമെന്നുമുള്ള രീതിയിൽ ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ വനപാലകരും വനം വകുപ്പും അതുപോലെ ഏതാനും ചില പരിസ്ഥിതി സംഘടനകളൊക്കെ മുൻപോട്ട് വരുമ്പോൾ പാവപ്പെട്ട ജനങ്ങളുടെ ജീവനോപാധിയാണ് നഷ്ടപ്പെടുന്നത് എന്നും കൃഷിയാണ് ഇല്ലാതാകുന്നത് എന്നും തിരിച്ചറിഞ്ഞ് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ഗവൺമെൻറ് വനം വകുപ്പ് സത്വരമായ നടപടികൾ സ്വീകരിക്കണം. നമ്മളിതിനു മുൻപ് പല പ്രാവശ്യം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വനം വകുപ്പ് മന്ത്രി ഈ കാര്യങ്ങളിൽ അക്ഷന്തവ്യമായ നിഷ്ക്രിയത്വം പാലിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയും ഈ വകുപ്പ് ഭരിക്കാൻ അദ്ദേഹത്തിന് ശേഷിയില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് രാജിവെച്ച് കഴിവുള്ള മറ്റുള്ളവരെ ഈ വകുപ്പ് ഏൽപ്പിക്കണം. അതല്ല എങ്കിൽ ഈ സർക്കാരിന് അതൊരു തീരാ കളങ്കമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് സാധാരണ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി എന്നും ഇപ്രകാരം വന്യമൃഗങ്ങൾ വനാതിർത്തിക്കുള്ളിൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നു. അത് കൃഷിഭൂമികളിലേക്ക് ഇറങ്ങി വരുന്നു. പല മൃഗങ്ങളും ഇപ്പം മനുഷ്യരുടെ കൃഷിഭൂമികളിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെയും ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വനപാലകർക്ക് വേണ്ട കൃത്യമതയോടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതുവഴിയായി അവരുടെ ഭൂമി സ്വന്തമാക്കാൻ വേണ്ടിയുള്ള അവകാശം അവർക്ക് നേടിക്കൊടുക്കണം.